കറണ്ട് അഫയേഴ്സ് 2025. ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലമാണ് ബേപ്പൂര്. 100 ഗ്രീൻ ഡെസ്റ്റിനേഷൻ 2025 പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലമാണ് ബേപ്പൂര്. തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭജല തുരങ്കപാത നിർമ്മിക്കുന്നത് എവിടെയാണ്? അത് ഫോർട്ട് കൊച്ചി വൈപ്പിനാണ്. തീരദേശ ഹൈവേയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്കപാത നിർമ്മിക്കുന്നത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. 2025 UA ഖാദർ കലാപുരസ്കാരം ലഭിച്ചതാർക്ക? അത് അനൂപ് ചന്ദ്രനാണ്. 2025 UA ഖാദർ കലാപുരസ്കാരം ലഭിച്ചത് അനൂപ് ചന്ദ്രനാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാക്കുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാക്കുന്നത് ഒറ്റപ്പാലത്താണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ജേതാവ് സി ഭാഗ്യനാഥ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച രേഖാചിത്രകാരനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ജേതാവ് സി ഭാഗ്യനാഥാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായിട്ട് ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാ? അത് കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സ്റ്റേറ്റ് ഏതാണ്? അത് കേരളം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ പേര് കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ പേരാണ് കേരള ഗ്രാമീണ ബാങ്ക്. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താ? 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ്. തങ്കു എന്ന മുയൽ. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാര ജേതാവാണ് ഇ സന്തോഷ് കുമാറിൻ്റെ കൃതിയാണ് തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ഇ സന്തോഷ് കുമാറിന് 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയ കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ഇ പി ജയരാജൻ. ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയ